പിറ്റേന്ന് രാവിലെ ചാർലി മറ്റുള്ളവരും തറവാട്ടിൽ നിന്നും തിരികെ നാട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ദേവൻ കേസിന്റെയും മറ്റും കാര്യങ്ങൾക്ക് പോകുന്നത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ അവരുടെ നാട്ടിലേക്ക് ചെല്ലാമെന്ന് ഷീതുവിന് വാക്കുകൊടുത്തു. മുറ്റത്ത് ചാർലിയുടെ കാർ കിടപ്പുണ്ടായിരുന്നു. ഷീതു, മുത്തശ്ശിയും ദേവനും എല്ലാം അവരെ യാത്രയേക്കാൻ മുറ്റത്ത് വന്നു നിന്നു. എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ചും വരും ദിവസങ്ങളിൽ കാണാമെന്ന് പറഞ്ഞും യാത്ര ചോദിക്കുകയാണ്. ഷീതു പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടം പെൺപിള്ളേർക്കായിരുന്നു. ഇത്രയും ദിവസം ചേച്ചിയെന്നും പറഞ്ഞ് പുറകെ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ പോന്നു എന്ന് കണ്ടപ്പോൾ പെൺപിള്ളേരുടെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഷീതു അവരെ ഓരോരുത്തരെയായിട്ട് കെട്ടിപ്പിടിച്ച് യാത്ര ചോദിച്ചു. അവരും തിരികെ അവളെ കെട്ടിപ്പിടിച്ചു. ഇസുവിന് എല്ലാവരും ഉമ്മ കൊടുത്തു. ഷീതു കുഞ്ഞുമായിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. ശേഷം അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. എൻ്റെ കുട്ടി നന്നായി വരും, ഇനിയും വരണം. അറിയാലോ, മുത്തശ്ശിക്ക് അങ്ങോട്ടേക്ക് വരാനൊന്നും കഴിയില്ല. എൻ്റെ കുട്ടിയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ച മുത്തശ്ശി വന്ന് കാണണം. അവർ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശിക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നോ അപ്പം അച്ഛനോട് പറഞ്ഞാൽ മതി, ഞാൻ വരും. അവൾ പുഞ്ചിരിയോടെ അവരുടെ കവളിൽ മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇങ്ങ് വന്നേ എൻ്റെ കുട്ടി, മുത്തശ്ശി കാണട്ടെ. അതും പറഞ്ഞ് അവർ ഇസുവിനെ വാങ്ങി തൻ്റെ മടിയിലേക്ക് ഇരുത്തി. മുത്തശ്ശി ഇസുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ കുഞ്ഞു മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ കൺമണി പൊന്ന് ഇപ്പം തന്നെ പോവാണോ? മുത്തശ്ശിയെ തനിച്ചാക്കിയിട്ട് കുഞ്ഞിനെ നെറ്റിയിൽ പതുക്കെ തലോടിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു. ഞാൻ വേയും മുത്തശ്ശി. അവൾ തിരികെ മറുപടി പറയുന്നത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. മുത്തശ്ശി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തിരുന്നു. മുത്തശ്ശി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, സമയം ഒരുപാട് വൈകുന്നു, ചാർലി പറഞ്ഞു. ഈശ്വരൻ എൻ്റെ കുഞ്ഞിനെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ, സുരക്ഷിതമായിട്ട് പോയിട്ട് വാ. മുത്തശ്ശി കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ശേഷം മുത്തശ്ശി കുഞ്ഞിനെ ഷീതുവിൻ്റെ കയ്യിലേക്കും ഏൽപ്പിച്ചു. അവൾ നേരെ ചെറിയമ്മമാരുടെ അടുത്തേക്ക് പോയി. രണ്ടുപേരും വിഷമിക്കണ്ട, അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും. ചെറിയച്ഛന്മാർ ഉടനെ തന്നെ മടങ്ങി വരും. രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടുപേരുടെയും കവളിലൊന്ന് ചുണ്ടുകൾ ചേർത്ത് അവൾ പറഞ്ഞു. ശേഷം അവൾ നന്ദയുടെ അടുത്തേക്ക് ചെന്നു. നന്നായിട്ട് പഠിക്കണേ, മറ്റുള്ള ചിന്തകൾ മാത്രം പോരാ, പഠിത്തവും വേണം. അവളുടെ നെറുകയിൽ തലോടി ഷീതു പറഞ്ഞു. ഷീതു അവരോടൊക്കെ തന്നെ യാത്ര പറയുന്നത് പോലെ തന്നെ ഉണിയും ഋഷുവും അവരോട് യാത്ര പറഞ്ഞു. ശേഷം അവൾ തൻ്റെ അച്ഛൻ്റെ അടുത്തെത്തി. അച്ഛാ. ആ വിളിയിൽ നിന്ന് തന്നെ ദേവന് മനസ്സിലായി അവൾ എന്താണ് തന്നോട് ചോദിക്കാൻ വരുന്നതെന്ന്. ഞാൻ ഈ ആഴ്ച തന്നെ വരും മോളെ. അയാളും അവളുടെ നെറുകയിലൊന്ന് തലോടി പറഞ്ഞതും പുഞ്ചിരിയോടെ അയാളെ നോക്കി ഷീതു തലയാട്ടി. എല്ലാവരും കാറിലേക്ക് കയറാൻ തുടങ്ങി. സോണി വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുന്നതിനിടയിൽ വെറുതെ ആ തറവാടിന്റെ പടിക്കലേക്കൊന്ന് നോക്കി. മനസ്സിൽ എവിടെയോ ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അവർ പോകുന്നതിന് മുൻപേ മെൽവിൻ വരുമായിരിക്കുമെന്ന്. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ ചെറുതായി ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് കാറിന്റെ ഡോർ തുറക്കാൻ ആഞ്ഞു. പെട്ടെന്നാണ് തറവാട്ട് മുറ്റത്തേക്ക് ഒരു കറുത്ത സ്കോർപിയോ കാർ കയറി വന്നത്. കാർ വന്നു നിന്നതും സോണി അടക്കം എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് നീല ജീൻസും കറുത്ത ഷർട്ടും ധരിച്ച് കണ്ണിൽ ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് ഗാംഭീര്യത്തോടെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. അത് മെൽവിനായിരുന്നു. അവനെ കണ്ടതും സോണി ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. മനസ്സിൽ അവൻ വരുമെന്ന് ഉണ്ടായിരുന്നു. എങ്കിലും ഇത്രയും നേരം അവനെ കാണാഞ്ഞതുകൊണ്ട് അവൻ വരില്ല എന്ന് തന്നെ അവൾ കരുതിയിരുന്നു. വായയും തുറന്ന അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന സോണിയെ കണ്ട് പുറകിൽ നിന്ന് നന്ദയും ഋഷുവും പരസ്പരം നോക്കി കള്ളച്ചിരി ചിരിച്ചു. അവർക്ക് മാത്രമല്ല, പെൺപിള്ളേർക്ക് എല്ലാവർക്കും തന്നെ ചിരി വന്നു. എടാ മെൽവിൻ, ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയല്ലോ. നീ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ചാർലി അവനെ കണ്ട് സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. എന്തോ രാവിലെ എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് ഓർത്തു നിങ്ങൾ ഇന്നാണല്ലോ പോകുന്നതെന്ന്. അപ്പോൾ പിന്നെ ഒന്ന് വന്ന് കാണാമെന്ന് കരുതി. അവൻ തിരികെ ചാർലിയോട് പറഞ്ഞു. അങ്ങനെ അവൻ മറുപടി പറഞ്ഞെങ്കിലും അവൻ്റെ നോട്ടം ആ നിമിഷം പോയത് സോണിയിലേക്കായിരുന്നു. അവൾ പെട്ടെന്ന് തൻ്റെ നോട്ടം മാറ്റി താഴേക്ക് നോക്കി. എങ്കിലും അവളുടെ ഹൃദയമിടിപ്പ് വീണ്ടും താളം തെറ്റാൻ തുടങ്ങിയിരുന്നു. അല്ല, നിനക്ക് ഇന്നല്ലേ ഡ്യൂട്ടിക്ക് കയറാൻ പോകുന്നത്? ചാർലി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. അതെ, ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. എനിക്ക് നിങ്ങളുടെ അതേ റൂട്ട് തന്നെയാണ്. അതുകൊണ്ട് അവിടെ വരെ ഞാൻ നിങ്ങളോടൊപ്പം വരാമെന്ന് കരുതി. അവൻ പെട്ടെന്ന് ചാർലിയെ നോക്കി മറുപടി പറഞ്ഞു. എന്നാൽ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്നും അതൊക്കെ സോണിയെ കാണാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ അടവാണെന്നും പെൺപിള്ളേർക്ക് എല്ലാവർക്കും തന്നെ അന്നേരമേ മനസ്സിലായി. അത് നല്ല കാര്യമായി. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയണ്ട, എല്ലാവരും വണ്ടി കയറിക്കോ, ദേവൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും വണ്ടിയിലേക്ക് കയറി. അവർ യാത്ര തിരിച്ചു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മെൽവിൻ ചാർലിയുടെ ഫോണിലേക്ക് വിളിച്ചു. എടാ, നമുക്ക് കടയിൽ കയറി ഒരു ചായ കുടിച്ചാലോ? എനിക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാ പോകേണ്ടത്. മെൽവിൻ വിളിക്കുന്നത് കേട്ട് അവർ കാർ സൈഡിലേക്ക് ഒതുക്കി. മെൽവിനും അവൻ്റെ വണ്ടി ഒതുക്കിയിരുന്നു. അടുത്ത് കണ്ട ഒരു ചായക്കടയിൽ കയറാനായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി. എല്ലാവർക്കും ചായയും കാപ്പിയും ഒക്കെ ഓർഡർ ചെയ്തതിന് ശേഷം പരസ്പരം സംസാരിച്ചും ഇസുവിനെ കൊഞ്ചിച്ചും ഇരുന്നു. ഋഷു സോണിയയും കൂട്ടി ഒരു സൈഡിലായിരുന്നു നിന്നിരുന്നത്. സോണിയ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് മെൽവിൻ. ഒടുവിൽ അവളെ ഒറ്റയ്ക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ലെന്ന് മനസ്സിലാക്കിയ മെൽവിൻ അവളോട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. അവളുടെ അടുത്തേക്കാണ് വരുന്നതെന്ന് മനസ്സിലായതും ഋഷു പെട്ടെന്ന് ക്രിസ്റ്റിയുടെ അടുത്തേക്ക് ചെന്നു. അവളാണെങ്കിൽ അവൻ അടുത്തേക്ക് വരുന്നതനുസരിച്ച് ചുറ്റിനെ നോക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ചായ പോലും വിറയ്ക്കാൻ തുടങ്ങി. മെൽവിൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. സോണി അവൻ്റെ മുഖത്തേക്ക് നോക്കി.
എന്താ സോണി ഒന്നും മിണ്ടാത്തത്? ഞാൻ വന്നത് ഒട്ടും പ്രതീക്ഷയില്ല അല്ലേ? മെൽവിൻ സോണിയുടെ മാത്രം കാതിലെത്തുന്ന സ്വരത്തിൽ പതിയെ പറഞ്ഞു. ചേട്ടൻ ചേട്ടൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. സോണി വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ വഴിയാ പോവേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളെ കണ്ട് യാത്ര അയക്കാന്ന് കരുതി. എന്താ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമായില്ലേ? അവനൊരു കള്ളച്ചിരിയോടെ അവളോട് ചോദിച്ചു. അങ്ങനെയല്ല, എങ്കിലും അവരൊക്കെ ശ്രദ്ധിക്കും. അവൾ പേടിയോടെ മറുപടി നൽകി. ഞാൻ വരണമെന്ന് നീയോ ആഗ്രഹിച്ചില്ലേ? അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും സോണി ഞെട്ടിപ്പോയി. തൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവൻ എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു അവളുടെ ചിന്ത. സോണി, എന്നെ ഒരിക്കൽ കൂടി കാണണമെന്ന് നീ മനസ്സിൽ ചിന്തിച്ചെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നെ കണ്ടപ്പോഴുള്ള ആകാംക്ഷ നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടതാ. ഇന്നലെ രാത്രിയിൽ എനിക്ക് ഉറക്കം വന്നതേയില്ല. എന്നെ ഇന്ന് തന്നെ കണ്ട് സംസാരിക്കണമെന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ എത്തിയത്. പിന്നെ നീ ചോദിച്ച ആ സമയം, അത് നീ എത്ര വേണമെങ്കിലും എടുത്തോ. 1 2 എത്ര വർഷം വേണമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. പക്ഷെ പകരം എനിക്കൊരു അനുവാദം നീ തരണം. അവൻ പറയുന്നത് കേട്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇടയ്ക്കൊക്കെ നിന്നെ വന്നൊന്ന് കാണാൻ എനിക്കൊരു അനുവാദം. അത് നീ എനിക്ക് നൽകണം. എനിക്ക് കാണണമെന്ന് തോന്നിയാ നിന്നെ വന്ന് കാണാൻ, നിന്നോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സൗകര്യം, ആ ഒരു അനുവാദം നീ എനിക്ക് തരണം. മറ്റൊന്നും ഞാൻ നിന്നോട് ചോദിക്കില്ല. മെൽവിൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. മറ്റുള്ളവരൊക്കെ ഓരോ ശ്രദ്ധയിലും കാഴ്ചകൾ കാണുന്ന തിരക്കിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളോട് സംസാരിക്കുന്നത് ആരും അത്ര വലിയ കാര്യമാക്കിയില്ലായിരുന്നു. അവന്റെ ആ ചോദ്യം കേട്ട് അവൾക്കുള്ളിൽ സന്തോഷമായി. ഇനി എങ്ങനെ അവനെ കാണാൻ സാധിക്കുമെന്നായിരുന്നു ഇത്രയും നേരം മനസ്സിൽ. അവളെ മനസ്സിലാക്കിയതുപോലെയാണ് അവൻ തന്നോട് ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചതെന്ന് അവൾക്ക് തോന്നി. അവളാണെങ്കിൽ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും നാണത്തോടെയുള്ള അവളുടെ ആ മുഖമാറ്റം അവൻ അനുകൂലമായ മറുപടിയായിരുന്നു. ഡ മെൽവിൻ, പെട്ടെന്നാണ് ചാർലി അവനെ വിളിച്ചത്. അത് കേട്ടതും മെൽവിൻ തിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി. സോണിയാണെങ്കിൽ ചാർലിയുടെ വിളി കേട്ട് ആകെ ഞെട്ടിപ്പോയിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് സംസാരിക്കായിരുന്നോ? എങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിക്കട്ടേടാ. ചാർലി അവനെ നോക്കി ചോദിച്ചതും അവൻ സമ്മതമെന്ന പോലെ തലയാട്ടി. സോണി ഡി, നീ വരുന്നില്ലേ? റിഷു അവളെ കളിയാക്കുന്നത് പോലെ എന്നാൽ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ചോദിച്ചു. അത് കേട്ടതും സോണി മെൽവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയതിനു ശേഷം കാറിന്റെ അടുത്തേക്ക് നടന്നു. ശരിയടാ, കാണാം. ചാർലി അതും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. മെൽവിൻ ചാർലിയോടും മറ്റുള്ളവരോടുമൊക്കെ യാത്ര പറഞ്ഞ് തന്റെ സ്കോർപ്പിയോയിലേക്ക് കയറിപ്പോയിരുന്നു. അവൾ കയറിയിരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും തൊട്ടപ്പുറത്തിരുന്ന റിഷു ഒരു കള്ളച്ചിരിയോടെ സോണിയുടെ തോളിലൊന്ന് തട്ടി. എടി സോണി, നിനക്ക് എന്താടി ഒരു പരിങ്ങലൊക്കെ? ആള് വന്നത് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? റിഷു അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് പോടി, നീയും കൂടി എന്നെ തുടങ്ങല്ലേ. എനിക്ക് ആകെ ഒരു ചളുപ്പ് തോന്നുക. സോണി നാണം മറയ്ക്കാൻ മിററിൽ കൂടി പുറത്തേക്ക് നോക്കി. ഞാനും ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഷീതു കുഞ്ഞിനെ ഉറക്കുന്നതിനിടയിൽ അവളെ നോക്കി പറഞ്ഞു. അല്ല, എന്താ പുള്ളി നിന്റെ ചെവി കടിച്ചു പറിച്ചത്? നിന്റെ ചെവിയിലോട്ട് ആഞ്ഞു കിടന്ന് എന്തൊക്കെയോ പറയുന്നത് ഞങ്ങൾ കണ്ടല്ലോ. ഋഷു വീണ്ടും തമാശയോടെ അവളോട് ചോദിച്ചു. അവൻ വരുന്ന കാര്യവും കാണുന്ന കാര്യമൊക്കെ പറഞ്ഞത് സോണി അവളോട് പറഞ്ഞു. എന്നിട്ട് എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഋഷു ആവേശത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ചാർലി ചായൻ വന്ന് വിളിച്ചപ്പോൾ ഞാനിങ്ങ് പോന്നു. ഒന്നും പറയാതെ പോന്നെങ്കിലും നിന്റെ ആ നാണം കണ്ടപ്പോൾ പുള്ളിക്ക് ഉത്തരം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഋഷു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അയാൾ ഇവളെയും കൊണ്ടേ പോളൂന്നാ. ഷീതു അവളുടെ മനസ്സിൽ തോന്നിയതും പറഞ്ഞു. അത് പിന്നെ നമുക്ക് ഉറപ്പല്ലേ. സത്യത്തിൽ അയാളെ കെട്ടിയ നീ ലക്കിയാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഒന്നാമതൊരു IPS കാരൻ. നമ്മുടെ കുടുംബത്തിൽ ഒരു പോലീസുകാരനുള്ളത് നല്ലതല്ലേ? മാത്രമല്ല ചാർലി ചായൻ്റെ ഫ്രണ്ടും. പിന്നെ അയാൾ ഇവളെ കാണാൻ വേണ്ടി മാത്രം നാട്ടിലേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത്രത്തോളം നിന്നെ ഇഷ്ടമുണ്ടായിട്ടല്ലേ? എനിക്ക് തോന്നുന്നത് ഇത് നല്ല ബന്ധമാണെന്നാ. ഋഷു അവളുടെ മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞു. അതെ, ഒരു IPS ഓഫീസർ തൻ്റെ ഡ്യൂട്ടിയും തിരക്കും ഒക്കെ മാറ്റിവെച്ച് നിന്നെ കാണാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞെങ്കിൽ പുള്ളിയുടെ മനസ്സിൽ നിനക്ക് അത്രയും വലിയ സ്ഥാനം ഉണ്ടെന്നാണ് അർത്ഥം. ഷീതുവും അത് ശരിവെക്കുന്നത് പോലെ പറഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ സോണിയുടെ ഉള്ളിൽ ഒരു പ്രത്യേക സന്തോഷം തോന്നി. അവളുടെ മനസ്സിൽ കൂടി ഇന്നലെ മുതലുള്ള കാര്യങ്ങൾ കടന്നുപോയി. മിററിലേക്ക് തൻ്റെ തല ചാരി വെച്ച് അവൾ കണ്ണുകൾ അടച്ചു.